Hello dears, welcome to another class of statistics. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് മാൻ വിറ്റ്നി യു ടെസ്റ്റാണ്. നമ്മൾ ഇതിനു മുൻപ് നോക്കിയ 3 ടൈപ്പ് കോറിലേഷനും പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്നും നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്നും ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റിലുള്ള ഒരു ടെസ്റ്റാണ് മാൻ വിറ്റ്നി യു ടെസ്റ്റ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: കാൽക്കുലേറ്റ് മാൻ വിറ്റ്നി യു ടെസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ഡാറ്റ 1, ഡാറ്റ 2 തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപ് പഠിച്ചു. എല്ലാത്തിലും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡാറ്റ 1, ഡാറ്റ 2 എടുത്തെഴുതുക, കോളം വൈസ് എടുത്തെഴുതുക. എന്നിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ സ്പിയർമാൻസ് റൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, റാങ്കിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ ഇതിൽ റാങ്കിങ് ചെയ്യുക. കോമൺ ഡാറ്റ എടുത്തിട്ടാണ് റാങ്ക് ചെയ്യേണ്ടത്. ഈ ഡാറ്റ 1ന് സെപ്പറേറ്റും ഡാറ്റ 2ക്ക് സെപ്പറേറ്റ് അല്ല റാങ്കിങ്. റാങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റ മിക്സ് ചെയ്തിട്ടാണ് റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് എന്താണ്? നമ്പർ 37ന് റാങ്ക് 1 കൊടുത്തു. സെക്കൻഡ് ലോവസ്റ്റ് എന്താണെന്ന് ടോട്ടൽ 2 ഗ്രൂപ്പിൽ നിന്നുമാണ് നമ്മൾ നോക്കുന്നത്. 42 ആണ് സെക്കൻഡ് ലോവസ്റ്റ്, അതിന് 2 എന്ന് കൊടുത്തു. 45 3 ആയി, 47 4, 61 5, 62 6, 63 7, 65 8, 66 9, 70 10, 71 11, 72 12. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള റാങ്കിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. മാൻ വിറ്റ്നി യു ടെസ്റ്റിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? റാങ്കിങ് മിക്സ് ആയിട്ട് കൊടുക്കണം, അല്ലാതെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ടല്ല റാങ്ക് കൊടുക്കേണ്ടത്. ഇത് റാങ്ക് ചെയ്തതിന് ശേഷം 2 റാങ്ക്സിൻ്റെയും സം ടോട്ടൽ കണ്ടുപിടിക്കണം. റാങ്ക് 1ൻ്റെ സം ടോട്ടൽ 1 + 6 + 11 + 8 + 9 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. റാങ്ക് 2ൻ്റെതും അതുപോലെ ചെയ്യുക. സം ഈസ് ഈക്വൽ ടു 40. ഇനി ഇത്രയും ചെയ്തത്, റാങ്കിങ് ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാനുള്ള ഒരു ഫോർമുല ഉണ്ട്, ക്രോസ് ചെക്കിംഗ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ R1 + R2, അതായത് സിഗ്മ ആർ എന്നും പറയും. സിഗ്മ R1 + സിഗ്മ R2 ഈസ് ഈക്വൽ ടു N1 + N2. N1 + N2നെ നമുക്ക് N എന്നും എടുക്കാം. N + 1, N × N + 1 ഡിവൈഡഡ് ബൈ 2, അതായത് 38 + 40. അതാണ് സിഗ്മ ആർ എന്ന് പറയുന്നത്. N1 + N2. N1 + N2 എന്താണ്? 12 ആണ്. N1 എന്ന് പറയുന്നത് 6 വേരിയബിൾസ് ഉണ്ട്, N2ലും 6 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 6 + 6 12, 12 × 12 + 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 38 + 40 78 ആണ്. 12 × 13/2, 12ഉം 2ഉം ക്യാൻസലാവും. 6 × 7, 6 × 13 78. സോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് റാങ്കിങ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയറിലേക്ക് കടക്കാം. നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് യുവും യു ബാറും ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ആൻഡ് യു ഡാഷ് ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്തെന്ന് വെച്ചാൽ യു ഈസ് ഈക്വൽ ടു N1 × N2 + N1 × N1 + 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R1. യു ഡാഷിൽ വരുമ്പോഴത്തേക്ക് ഈ N1 × N1 + 1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതിന് നമ്മൾ N2 × N2 + 1 ഡിവൈഡഡ് ബൈ 2 സിഗ്മ R1 സിഗ്മ R2 വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെ 2 സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഇതിൽ മീനിന് പകരം മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർമുല വരുന്നത്. സോ യുവും യു ബാറും കണ്ടുപിടിക്കുക. യു എന്നാണ് 6 × 6 N1 × N2 പ്ലസ് N1 × N1 + 1, 6 × 6 + 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R1, അതായത് 38. So that is equal to 36 plus 6 × 7/2 minus 38. 36 plus 6 × 7/2 എന്ന് പറയുമ്പോഴത്തേക്ക് 21 ആയിട്ട് വരും. 21 minus 38 that is equal to 19 ആണ് യുവിൻ്റെ ആൻസർ. ഇതുപോലെ യു ഡാഷ് കണ്ടുപിടിക്കണം. N1 × N2 plus N2 × N2 + 1 ഡിവൈഡഡ് ബൈ 2. നമ്മൾ ഫസ്റ്റത്തെ സെറ്റിൽ N1 വെച്ച് ചെയ്യും, സെക്കൻഡ് സെറ്റിൽ N2ഉം സിഗ്മ R2ഉം വെച്ച് ചെയ്യും. എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സിമ്പിൾ ഫോർമുല, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. 6 × 6
പ്ലസ് 6 ഇൻറ്റു 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 40. അപ്പോൾ അവിടെ 21 വരും. 36 പ്ലസ് 21 മൈനസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. അപ്പോൾ യുന്ന് നമുക്ക് 2 വാല്യൂ ആണ് ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെറ്റ് N1ൻ്റെ വാല്യൂസും സിഗ്മ R1ൻ്റെ വാല്യൂസ് വെച്ചിട്ടും പിന്നെ N2 ആൻഡ് സിഗ്മ R2 വച്ചിട്ടുമാണ് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഈ 2 വാല്യൂസിൽ നമ്മൾ യുവിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത് ലോവസ്റ്റ് വാല്യൂവിനെയാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കണക്കാക്കുന്നത് എന്താണ്? ലോവസ്റ്റ് വാല്യൂവിനെയാണ്. സോ ഇതിലെ ലോവസ്റ്റ് വാല്യൂ എന്താണ്? ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 17 ആണ്. സോ 17 ആണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. നമുക്ക് എന്നിട്ട് ഇവർ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടേബിൾ വാല്യൂവും കൂടെ തരും. കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇതിൽ ലോവസ്റ്റ് 19ലും 17ലുള്ള ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. 17 നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ചില കേസിൽ നമുക്കിവർ ടേബിൾ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും. അല്ലാതെ നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനൊന്നും പറയില്ല. ടേബിൾ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കമ്പയർ ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യേണ്ട ടേബിൾ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും വരെ ചെയ്താൽ മതിയാവും. ഇനി ടേബിൾ വാല്യൂ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാൽക്കുലേറ്റ് മാൻവിറ്റി യു ടെസ്റ്റ്. ഇതാണ് സെറ്റ് ഓഫ് വാല്യൂസ്. ഡാറ്റ 1, ഡാറ്റ 2. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡാറ്റ 1 നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 12 ഉള്ളൂ. എന്നാൽ ഡാറ്റ 2 നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 13 ഉണ്ട്. അതായത് മാൻവിറ്റ്നി യു ടെസ്റ്റിൽ നമുക്ക് വേരിയബിൾസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം. ഓക്കെ, വേരിയബിൾസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നാലും നമുക്കിത് ചെയ്യാം. നമ്മൾ ഇതുവരെ പാരാമെട്രിക് ടെസ്റ്റിൽ ചെയ്തതിലെല്ലാം വേരിയബിൾസിൻ്റെ എണ്ണം സെയിം ആയിരുന്നില്ലേ? ഇവിടെ കണ്ടില്ലേ, വേരിയബിൾസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആകാം. ഓക്കെ, വേരിയബിൾസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആകാം. ചിലപ്പോൾ നമ്മൾ ടൈഡ് റാങ്കിങ് ചെയ്തതുപോലെ ഇതിൽ സെയിം വേരിയബിൾസും വരാം. സെയിം വേരിയബിൾസ് വന്നാൽ നിങ്ങൾക്ക് അറിയാം റാങ്കിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ 2 നമ്പറിൻ്റെ റാങ്ക്സിൻ്റെ മീൻ എടുക്കണം. ഓക്കെ, അതേ രീതി തന്നെയാണ് ഇതുവരെയും കണ്ടിന്യൂ ചെയ്യേണ്ടത്. അങ്ങനത്തെ ടൈഡായിട്ടുള്ള ഒരു കണക്ക് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. ഓക്കെ, ഇതിപ്പോൾ ടൈഡ് വാല്യൂസ് അല്ല, അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ബട്ട് വേരിയബിൾസ് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ റാങ്കിങ് തുടങ്ങുകയാണ്. 43 ആണ് ലോവസ്റ്റ് നമ്പർ. 43ക്ക് 1 കൊടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലോവസ്റ്റ് നമ്പർ ഏതാണ്? 46 ആണ്. അതിന് 2 കൊടുത്തു. അങ്ങനെ റാങ്ക് ചെയ്ത് 25 വരെ എത്തി. 25 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ റാങ്ക് ചെയ്തതിന് ശേഷം R1ൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, സിഗ്മ R1. R2ൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, സിഗ്മ R2. ഇത്രയും കണ്ടുപിടിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റാങ്ക് ചെയ്തത് കറക്റ്റാണോ എന്നറിയാൻ നമുക്ക് ഫോർമുല ഉണ്ടല്ലോ, അതിൽ ചെക്ക് ചെയ്ത് നോക്കാം. സിഗ്മ R ഇസ് ഈക്വൽ ടു n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ആണ് ഫോർമുല എന്ന് പറയുന്നത്. സിഗ്മ R എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ R1 പ്ലസ് സിഗ്മ R2 ആണ് സിഗ്മ R എന്ന് പറയുന്നത്. അതായത് 148 പ്ലസ് 177 ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് എന്താണ്? n1 പ്ലസ് n2 ആണ്. അതായത് 12 പ്ലസ് 13 25 n എന്ന് പറയുന്നത്. n 25 ഇൻറ്റു 25 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 325 ഇസ് ഈക്വൽ ടു 325 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്ത റാങ്കിങ് കറക്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് യുവും യു ബാറും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. യു ആൻഡ് യു ബാർ എങ്ങനെ കണ്ടുപിടിക്കും? യു എന്ന് പറയുന്നത് n1 ഇൻറ്റു n2 പ്ലസ് n1 ഇൻറ്റു n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R1. ഇതാണ് യുവിൻ്റെ ഫോർമുല. അതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 156 പ്ലസ് 78 മൈനസ് 148. അതായത് ഇത് സിമ്പിൾ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത്. യു ഇസ് ഈക്വൽ ടു 86 എന്ന് കിട്ടുന്നു. യു ഡാഷ് ഇസ് ഈക്വൽ ടു സെയിം. ഇവിടെ നമ്മൾ n1 പകരം n2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സിഗ്മ R1 പകരം സിഗ്മ R2 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. n1 ഇൻറ്റു n2 പ്ലസ് n2 ഇൻറ്റു n2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് സിഗ്മ R2. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക.
156 പ്ലസ് 91 മൈനസ് 177 ദാറ്റ് ഈസ് ഈക്വൽ ടു 70. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് ഏതാണ്? സ്മോളസ്റ്റ് വാല്യൂ ആണ്. U86ഉം U ഡാഷ് എന്ന് പറയുന്നത് 70യുമാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് 70 ആയിരിക്കും. ഓക്കെ, കാൽക്കുലേറ്റഡ് വാല്യൂ 70. എന്നിട്ട് തന്നിട്ടുണ്ട് ക്രിട്ടിക്കൽ വാല്യൂ അറ്റ് 0.05 ഈസ് 41. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ക്രിട്ടിക്കൽ വാല്യൂ ഫോർ N1 is equal to 12 and N2 is equal to 13 at 0.05 is 41. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. യുവും യു ഡാഷും മാത്രം കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ മതി, മാർക്ക് കിട്ടും. ഇങ്ങനെ ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നോക്കണം, ഈ ക്രിട്ടിക്കൽ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും ചെറുതാണോ വലുതാണോ എന്ന് നോക്കണം. ഇപ്പോൾ നോക്കിക്കേ, ഈ കേസിൽ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് വലുത്. കാൽക്കുലേറ്റഡ് വാല്യൂ വലുതാവുമ്പോഴത്തേക്ക് ഓൾവേസ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൾ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ചാൽ, ഈ 2 സാമ്പിൾ, ഈ 2 സ്കോർ ഡാറ്റ സെറ്റ് ഉണ്ടല്ലോ, അതായത് ഡാറ്റ 1ഉം ഡാറ്റ 2ഉം സെയിം പോപ്പുലേഷനിൽ നിന്നും എടുത്തതാണ്. ഇവർക്ക് 2 പേർക്കും തമ്മിൽ അധികം വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഈ മാൻ വിറ്റ്നി യു ടെസ്റ്റിലെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എല്ലാ മാൻ വിറ്റ്നി യു ടെസ്റ്റിനും സെയിം നൾ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സെയിം ആണ്, സാമ്പിൾ സെയിം പോപ്പുലേഷനിൽ നിന്നുമാണ്, അധികം വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ്. ഇനി അതല്ല, അത് തെറ്റുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്നാണ്, ഈ സാമ്പിൾ 2ഉം തമ്മിൽക്ക് വ്യത്യാസമുണ്ട്, ഡിഫറെൻറ്റ് പോപ്പുലേഷനിൽ നിന്നും എടുത്തതായിരിക്കാം എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മുടെ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ തന്നിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂയെക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ ക്രിട്ടിക്കൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 17. സിൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗിവൺ ടേബിൾ വാല്യൂ, നൾ ഹൈപ്പോത്തിസിസ് ഈസ് അക്സെപ്റ്റഡ്. ഇങ്ങനെ എഴുതി വേണം നിർത്താനായിട്ട്. ഓക്കെ, ഇനി കാൽക്കുലേറ്റഡ് വാല്യൂ ഇൻ എനി കേസ് ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് ഈസ് റിജക്റ്റഡ് എന്ന് മാത്രം എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം, ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെപ്സ് പറയാം, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഡാറ്റ 1 ഡാറ്റ 2 എഴുതുക, എന്നിട്ട് റാങ്ക് ചെയ്യുക. R1 R2 സെപ്പറേറ്റ് ആയിട്ടല്ല റാങ്ക് ചെയ്യുന്നത്, മിക്സ്ഡ് ആയിട്ടാണ്, ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള റാങ്കിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ലോവസ്റ്റ് നിന്ന് തുടങ്ങി ഹയസ്റ്റിലേക്ക് അസെൻഡിങ് ഓർഡറിൽ 1 2 3 4 5 6 എന്ന് റാങ്ക് ഇടും. എന്നിട്ട് സിഗ്മ R1 കണ്ടുപിടിക്കും, സിഗ്മ R2 കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ റാങ്കിങ് കറക്റ്റായിട്ടാണോ ചെയ്തത് എന്നുള്ള ക്രോസ് ചെക്കിങ് ചെയ്യുക. സിഗ്മ R is equal to n into n+1 divided by 2 ആണ് അതിനുള്ള ഫോർമുല. അതിനുശേഷം യുവും യു ഡാഷും കണ്ടുപിടിക്കുക. വേറൊരു ഫോർമുലയും കൂടെയുണ്ട്. യുവും യു ഡാഷും കണ്ടുപിടിച്ചതിന് ശേഷം ഇത് കറക്റ്റാണോ എന്നറിയണമെങ്കിൽ യു പ്ലസ് യു ഡാഷ് ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു N2 ആണ്. ഇത് ലാസ്റ്റ് ഫൈനൽ ക്രോസ് ചെക്കിങ്ങിന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഗിവൺ കേസിൽ യു എത്രയാണ്? 86 ആണ്. 86 പ്ലസ് യു ഡാഷ് എത്രയാണ്? 70 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു N1 എത്രയാണ്? 12 ഇൻറ്റു 13. നമുക്ക് നോക്കാം. 86 പ്ലസ് 70 ഈക്വൽ ടു 156. ഞാൻ ഇതിനു മുമ്പ് ചെക്ക് ചെയ്ത് നോക്കിയില്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തത് ശരിയാണോ എന്നിപ്പോൾ എനിക്ക് മനസ്സിലാവും. 12 തെറ്റാണെങ്കിൽ എന്താണെന്ന് പിന്നെ കണ്ടുപിടിക്കണം. 30 156 ശരിയാണ്. സോ നമ്മൾ ചെയ്ത കണക്ക് യുവും യു ഡാഷും കണ്ടുപിടിച്ചത് കറക്റ്റ് ആണ്. അപ്പോൾ ഇത് അതിന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഫോർമുലയാണ്.
സോ യു കണ്ടുപിടിക്കുക, യു ഡാഷ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴുമേ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നാണ് മിനിമം സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ടേബിൾ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫൈനൽ എഴുതേണ്ടത്? കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യും. സ്മോളസ്റ്റ് ആണെങ്കിൽ, കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ, ലെസ് ദാൻ ആണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. സോ ഈ കേസിൽ എന്താണ് ചെയ്യുന്നത്? നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്, കാരണം കാൽക്കുലേറ്റഡ് വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, താങ്ക് യു.